KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കും എന്നേതാണ്ട് ഉറപ്പായി. അടൂർ പ്രകാശോ അതല്ലെങ്കിൽ ബെന്നി ബെഹനാനോ KPCC പ്രസിഡന്റാകാനാണ് കൂടുതൽ സാധ്യത. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ ഇന്ന് പ്രതികരിച്ചു. കെ സുധാകരനെ പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP രംഗത്ത് വന്നു. കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് തരൂരിന്റെ അഭിപ്രായം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാകും നറുക്കുവീഴുക. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഏത് തീരുമാനവും അനുസരണയോടെ അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. ആയിക്കോട്ടെ, മാറ്റിയാലെന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അസമിലും PCC അധ്യക്ഷനെ മാറ്റും. ഗൗരവ് ഗൊഗോയ് PCC അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. 24 ഡൽഹി.